അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു ചീപ്പില്ല എന്നുള്ളത്. ദേ ഒരു ടർക്കോയിസ് ബ്ലൂ പെട്ടി. ഇപ്പം എന്നെ കാണുന്നുണ്ടോ ഇത് വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും? ഇത് ഞാൻ പിന്നെ കാണിക്കണ്ടല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. സോ ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയുള്ള പാക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല ആരെങ്കിലും ഉണ്ടാവുമോ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടി ട്രിപ്പിൻ്റെ അന്ന് പാക്ക് ചെയ്യുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ഒരാളാണ്. പല കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ പ്രൊക്കാസിനേറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇന്നാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ന് ദൈവം പെട്ടിയിലേക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. എന്തായാലും വലിയ ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല, വളരെ നെസസറി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ ക്യാരി ചെയ്യുന്നുള്ളൂ. ഞാൻ പോകുന്നത് റാസൽ ഖൈമയിലേക്കാണ്. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. 10-ാം തീയതി പോയിട്ട് 13-ാം തീയതി തിരിച്ചു വരും. സോ അത്രയും ദിവസത്തേക്കുള്ള ഒരു കുട്ടി ട്രിപ്പാണ്. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ ഡോണ്ട് നോ ഞാൻ ഇതിന് മുന്നേ ഉള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാനത് ബ്ലാബർ ചെയ്തിട്ടുണ്ടോയെന്ന്. പക്ഷേ ഐ ഹോപ്പ് അനത് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റായിട്ടുണ്ടാവുമെന്ന്. എനിവേ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ബാഗിലേക്ക് പെട്ടിയിലേക്ക് പാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രിപ്പിന് വേണ്ടി ഞാൻ എന്തൊക്കെ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും പാക്കിങ്ങിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ പറയാനുള്ളത്, ഞാൻ എൻ്റെ പെട്ടിയിൽ വെക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഓർഗനൈസിങ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഇത് 7-in-1 ഓർഗനൈസിങ് ബാഗായിട്ട് ഞാൻ വാങ്ങിയതാണ് ആമസോണിൽ നിന്ന്. ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഈ ഒരു കളർ ഉണ്ട്, പിന്നെ വേറെ കുറച്ച് കളേഴ്സ് ഉണ്ട്. എന്തായാലും നല്ല യൂസ്ഫുള്ളാണ്. ഇതിൽ ഞാൻ എൻ്റെ നെസസറി ആയിട്ടുള്ള ടോയ്ലറ്ററീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ ഷൂസ് ഞാൻ കാണിക്കാം കേട്ടോ. എൻ്റെ ഷൂ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് സ്ലിപ്പേഴ്സും പിന്നെ എൻ്റെ ഹീൽസും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ ഇന്നേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിലാണ് ഞാൻ ഇത്രയും ദിവസം എന്തെല്ലാം ഡ്രസ്സാണ് ഇടുന്നതെന്നുള്ളതിൻ്റെ എല്ലാം സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത്. സോ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി, ഇത്രയും ഡ്രസ്സിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. ഭയങ്കര നല്ലതാണ്. ആൻഡ് ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്. സോ നമുക്കത് നൈസ് ആൻഡ് ഒരു മിനി വാൾഡ്രോബ് പോലെ സെറ്റ് ചെയ്യും. ഇങ്ങനെയാണ് പറയുന്ന ഒരു മിനി കേസ് പോലെ നമുക്കിത് ബാഗേജ് പോലെ നമുക്കിത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഞാൻ റാസൽ ഖൈമയിലേക്ക് പോകുന്നത് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ആ എൻഗേജ്മെൻറ്റിന് ഞാൻ ഇടുന്ന ഡ്രസ്സാണിത്. പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സും, കൂടുതലും ഞാൻ ജീൻസും പിന്നെ കുറച്ച് ഷർട്ട്സും ആണ് എടുത്തിരിക്കുന്നത്. സോ ഇത്രയും സാധനങ്ങൾ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ വീട്ടിലിടാൻ വേണ്ടിയുള്ള ഡ്രസ്സുകളാണ്. പിന്നെ ഇത് ക്യാംസോൾസ് ആണ്. ഇതൊക്കെ ഇന്നേഴ്സായിട്ട് ഞാൻ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സ്ഥലം ഉണ്ടായിരുന്നു, നല്ലോണം കൂടും, നല്ലോണം ഇതിനകത്ത് കൊള്ളും. നല്ലോണം കൊള്ളുന്നതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. അതിൻ്റെ അത് ഭയങ്കര കറക്റ്റായിട്ട് നമുക്ക് അടുക്കി വെക്കാനും പറ്റും. സോ ഈ ഡ്രസ്സ് എങ്ങനെയാണ്, ഇതിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് ഞാൻ അന്ന് ആ ഫംഗ്ഷൻ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, വ്ളോഗിൽ കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ 10-ാം തീയതി ചെല്ലും. ദെൻ 11, 12, 13-ാം തീയതി തിരിച്ചിങ്ങോട്ട് വരും. സോ അത്രയും ദിവസത്തേക്ക് നമുക്ക് വീട്ടിലിടാൻ, വീട്ടിലല്ല, നമ്മളൊരു ഹോട്ടൽ, ഒരു റിസോർട്ട് പോലത്തെ സ്ഥലത്താണ് അക്കോമഡേഷൻ എടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഈ ഫംഗ്ഷൻ നടക്കുന്നത് ഷാർജയിലാണ്. ഞങ്ങൾ നിൽക്കുന്നത് റാസൽ ഖൈമയിലാണ്. എൻ്റെ കസിനൊക്കെ താമസിക്കുന്നത് റാസൽ ഖൈമയിലാണ്. ഇതിൽ ഞാനിപ്പോൾ ഈ എടുത്തപ്പോൾ ഇച്ചിരി ഒന്ന് ജിൽ പൊങ്ങിയെങ്കിലും ഇത് സംഭവം ഓക്കെ. അപ്പോൾ ഈ ഒരു ബാഗിനകത്താണ് നമ്മൾ എല്ലാ ഡ്രസ്സും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ കഴിഞ്ഞു. ദെൻ ഞാൻ എൻ്റെ ഇന്നേഴ്സ്, ഇത് ഞാൻ പിന്നെ കാണിക്കണ്ടല്ലോ. എൻ്റെ ഇന്നേഴ്സിനോടൊപ്പം ഞാൻ എൻ്റെ ബെൽറ്റ് കൂടി വെച്ചിട്ടുണ്ട്. ഞാൻ 2 കളറിലെ ബെൽറ്റ് എടുത്തിട്ടുണ്ട്. വേണം ഞാൻ ബെൽറ്റ് മാത്രം കാണിച്ചു തരാം കേട്ടോ. ബ്ലാക്കും ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്ന മുഴുവൻ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറിലുള്ള കോമ്പിനേഷൻസിൽ വരുന്ന ഡ്രസ്സുകളാണ് ഞാൻ എല്ലാം എടുത്തേക്കുന്നത്. എല്ലാം ഡാർക്ക് കളറാണ് എടുത്തേക്കുന്നത്. അവിടുത്തെ ചൂടത്ത് പോയി നല്ല ഡാർക്ക് കളർ ഡ്രസ്സും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല വശം കെടുന്നതായിരിക്കും മിക്കവാറും. ബട്ട് ലൈറ്റ് കളേഴ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു ലൈറ്റ് കളർ നിങ്ങളെ കാണിച്ച ആ പിങ്ക് ഡ്രസ്സില്ലേ, അത് മാത്രമേ ഉള്ളൂ. അതൊരു ഡ്രസ്സാണ്, അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. സോ അത് മാത്രമേ ഉള്ളൂ. നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പിന്നെ ഇതിലാണ് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ടോയ്ലറ്ററീസ് എല്ലാം എടുത്തിരിക്കുന്നത്. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറുമാണിത്. ഇത് എൻഡോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ കേളപ്പിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറുമാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു റീസണും ഇല്ല. എനിക്കിത് നല്ലൊരു ടെക്സ്ചർ തരുന്നുണ്ട്. അല്ലാതെ ഡാൻഡ്രഫ് കുറയുന്നെന്നോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയുന്നെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി സച്ച് തിങ്സ്. സോ
പിന്നെ ഞാൻ അക്വാലോജിക്കയുടെ ഒരു സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഈ ഒരു പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ ഇവിടെ സാധാരണ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാറില്ല സത്യം പറഞ്ഞാൽ. ആക്ച്വലി ഇത് ഭയങ്കര നെസസറി ആണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനങ്ങനെ ഒരുപാട് പുറത്തൊന്നും ഇറങ്ങാറില്ല. പിന്നെ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഈവൻ നമ്മളുടെ ലാപ്ടോപ്പിൽ വയ്ക്കുമ്പോൾ പോലും നമ്മുടെ സ്ക്രീനിലേക്ക് യു വി റേസ് വരാതെ ഫേസിലേക്ക് യു വി റേസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ അതൊന്നും ചെയ്യാറില്ല. ബട്ട് ഈ ഒരു പ്ലേസ് ഞാൻ യു എയിലേക്ക് പോകുന്നത് കൊണ്ടും അവിടെ നമ്മുടെ ഇവിടുത്തേനെക്കാട്ടിലും ചൂടായതുകൊണ്ടും ഞങ്ങൾ ചെറിയ ചെറിയ ഔട്ടിങ് പരിപാടികളുള്ളത് കൊണ്ടും ഞാൻ വിചാരിച്ചൊരു സൺസ്ക്രീൻ എന്തായാലും വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സോൾ പർപ്പസിന് വേണ്ടി വാങ്ങിയതാണ്. ഇതിന് മുന്നേ എൻ്റെ കയ്യിലൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു, അത് ഏതോ ഒരു പർപ്പസിന് വേണ്ടി വാങ്ങി, അത് ഉപയോഗിക്കാതെ എക്സ്പയർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പർപ്പസിനായിട്ട് പുതിയത് വാങ്ങിച്ചേക്കുന്നത്. ഇനി ഈ ഒരു പരിപാടി കഴിഞ്ഞ് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ എനിവേ ഇത് ഞാൻ 2 തവണ ഉപയോഗിച്ചു ഈ വാങ്ങിച്ചതിന് ശേഷം. ആൻഡ് വൈറ്റ് കാസ്റ്റ് ഇല്ല ഇതിന്, എനിക്കത് 100% നന്നായിട്ട് തോന്നി. ഇതിന് മുന്നേ ഉള്ള സാധനത്തിനകത്ത് മുഴുവൻ വെള്ള സാധനം ഇങ്ങനെ വരുമായിരുന്നു, അത് കളയാൻ വേണ്ടി ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും തേക്കണം എന്നുള്ള അവസ്ഥയിലായിരുന്നു. സോ ഇതിനതില്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല. ആൻഡ് ഡോവിൻ്റെ സോപ്പ്, അവിടെ എന്തായാലും സോപ്പ് ഉണ്ടാവും. പക്ഷേ എനിക്കൊരു സമാധാനത്തിന് ഞാൻ എല്ലായിടത്തും സോപ്പ് ക്യാരി ചെയ്യും. മേ ബി ഞാൻ ഓൾഡ് ഫാഷൻ ആയതുകൊണ്ടായിരിക്കും, പക്ഷേ ഞാൻ സോപ്പ് ക്യാരി ചെയ്യും. പിന്നെ ഇത് സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇടില്ല, പിന്നെ എനിക്ക് എന്തിനാ ക്ലെൻസർ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, അതുകൊണ്ട് ഞാൻ വെറുതെ ക്ലെൻസർ എടുത്തതാണ്. പിന്നെ ഇതും ഈ ഒരു കാര്യത്തിന് വേണ്ടി സോൾ പർപ്പസിൽ വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ലുലുവിൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ WEന്ന് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് അതാണ്. ഈ ഒരു ഷെയ്ഡ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര എന്താ പറയുക ഡാർക്കാണെന്ന്. പക്ഷേ ഇത് ഏത് രീതിയിലും പിങ്കിഷ് ഷെയ്ഡ് വരെ എനിക്കിതിൽ നിന്ന് കിട്ടി. നമ്മൾ എത്ര ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതുപോലെ ഇരിക്കും ഇതിൻ്റെ ഒരു ഷെയ്ഡ്. മ്യൂസ് മീ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് W എന്നാണ്. ഇതിന് 499 റുപ്പീസാണ്. ആ സമയത്ത് എനിക്ക് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫർ കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തൂനും ഞാൻ ഇതേ ഷെയ്ഡ് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് കാരണം കൊണ്ട് കാർത്തൂനും വാങ്ങി, എനിക്കും ഇതേ ഷെയ്ഡ് തന്നെ ഞാൻ വാങ്ങി. എന്തായാലും ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ സ്ലൈഡ്സ്, ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഈ കാക്കിരി മുടി അവിടെ ഇവിടെയൊക്കെ കെട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വേണം. പിന്നെ ഞാൻ മോയ്സ്ചറൈസ് ക്രീം യൂസ് ചെയ്യുന്നത് ഈ വാസ്ലിനാണ്, നമ്മുടെ 5 രൂപയുടെ വാസ്ലിൻ. എനിക്ക് ഈ വലിയ ബ്രാൻഡുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ഗുഡൻസ് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം I am so satisfied with this Vaseline and നല്ല മോയ്സ്ചറൈസ് ഫീൽ എനിക്ക് ഫേസിൽ കിട്ടാറുള്ളത് കൊണ്ടും കാലിലും കയ്യിലും ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് വാസലിൻ. 5 രൂപയുടെ 10 രൂപയുടെ പാക്ക്. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു ഹോട്ടലിൽ പോയപ്പോൾ എനിക്കൊരു ബ്രഷും പേസ്റ്റും കിട്ടിയായിരുന്നു. സോ ഞാൻ ഈ ട്രാവൽ പാക്കിൽ ഇതെടുത്തു. എൻ്റെ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ പാടായതുകൊണ്ട് ഇത് ഫ്രഷ് ആയിട്ടുള്ള ബ്രഷും പേസ്റ്റും ഉള്ളതുകൊണ്ട് അത് ഞാൻ എടുത്തു. പിന്നെ ഇത് മേബിലിൻ്റെ കൊളോസിയൽ കാജൽ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ എപ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് പഴയ കുറച്ച് ഇതായതാണ്. പക്ഷേ ഇത് ഞാൻ തീരെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതും ഇരിപ്പുണ്ട്. ഇതിൻ്റെ എക്സ്പയറിയും തീർന്നിട്ടില്ല, 2025 വരെ ഉണ്ട്. സോ ഞാനിത് വാങ്ങിച്ചിട്ട് കുറേ കാലമായി. ഞാനങ്ങനെ കണ്ണെഴുതാറില്ല, വളരെ ചുരുക്കമാണ് എഴുതുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, അത് തുടച്ച് കളയാൻ ഞാൻ പിന്നെ കണ്ണ് മുഴുവൻ ഞെരടി ഒരു പരുവോ. എനിക്ക് ഇത് തുടച്ച് കളയുന്ന പരിപാടിയൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ എങ്ങാണ് ഇട്ടാലും ഈ ക്ലെൻസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്ലെൻസർ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ ക്ലെൻസറിന് വേറെ ഉപയോഗമൊന്നുമില്ല. ഇത് ഇടുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. ഞാൻ ഈ ഫംഗ്ഷന് ചിലപ്പോൾ ഇടുമായിരിക്കും. എന്തായാലും മേബിലിൻ്റെ കൊളോസൽ കാജലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഫേസ് വാഷ്, ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫേസ് വാഷാണ്. ഞാൻ വാവിൻ്റെ ആപ്പിൾ സൈഡർ വിനിഗർ ഫോമിങ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതല്ല ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫേസ് വാഷ് എല്ലാം മാറും. കുറച്ച് നാൾ മുന്നേ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആയിരുന്നു. അതിന് മുന്നേ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടുന്ന ഫേസ് വാഷൊക്കെ ഞാൻ ഉപയോഗിക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഇന്നത് വേണമെന്നൊന്നും ഞാൻ പറയാറില്ല. കൈ കിട്ടുന്ന എന്തും. സോ ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ബാഗിൽ പിന്നെ ഒന്നുമില്ല. ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അയ്യോ സോറി, ഇതുണ്ട്. ഇത് ഏതിൻ്റെയാണെന്ന് അറിയാം. ഇത് ഷുഗറിൻ്റെ ലിപ് ബാമാണ്, മിൻറ്റ് ഫ്ലേവറാണ്. ഇത് കുറേ കാലമായി. ഇത് പിന്നെയും കുറച്ച് തീർന്നിട്ടുണ്ട്. കണ്ടോ, ഇച്ചിരി തീർന്നിട്ടുണ്ട്. ലിപ് ബാം ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ലിപ് ഗ്ലോ ഇടുമ്പോൾ ലിപ് ബാം ഇട്ടില്ലെങ്കിൽ ലിപ്പ് ഡ്രൈ ആവും എൻ്റെ സിസ്റ്റർ പറഞ്ഞു. അവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പിന്നെയും കുറച്ചുകൂടെ അറിയാം. ഹന്നയ്ക്ക് അതുകൊണ്ട് എനിക്കിതൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് ഞാൻ ഇതും എടുത്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ബാഗിൽ. ഇപ്പോൾ ശരിക്കും ഇതിനകത്തൊന്നും ഇല്ല, കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ തിരിച്ചിട്ട് വെക്കട്ടെ. സോ ഈ ഓർഗനൈസിങ് ബാഗിൽ ഞാൻ ഇത് വെച്ചെങ്കിലും ഇതൊരു വാട്ടർ പ്രൂഫോ അല്ലെങ്കിൽ വാഷ് ബാഗോ ഒന്നുമല്ല. എനിക്കൊരു വാഷ് ബാഗ് വാങ്ങണം എന്നുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയുടെ കയ്യിൽ 3-4 എണ്ണം ഇരിപ്പുണ്ട് അവളുടെ കയ്യിൽ. പക്ഷെ അവൾക്ക് ഇവിടെ കൊണ്ട് തരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടും ഇനി അതിന് വേണ്ടി ഞാൻ വെറുതെ പൈസ മുടക്കണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഓർഗനൈസ് ബാഗിൽ തന്നെ ഇട്ടു. ഇതിനകത്ത് അങ്ങനെ എന്താ പറയുക, ലീക്ക് വരാനുള്ള സാധനങ്ങൾ കുറവാണ്.
പിന്നെ അടുത്തത് എൻ്റെ സാൻഡൽസ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിയ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയ സാൻഡിലാണ്. ഞാൻ ഇടുന്ന ഡ്രസ്സ് കണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഡ്രസ്സിന് ഒരു മാച്ചിങ് ആയിട്ടുള്ള കളർ എന്നുള്ള രീതിയിലാണ്. ഞാൻ നോർമലി ഷൂ മാത്രം ഇടുന്ന വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് വെയർ ഷൂ ആണ്. ബട്ട് ഈ ഒരു സാൻഡൽ ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് ആവശ്യമായതുകൊണ്ട് ഞാനിത് വാങ്ങി. ഇനിയും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇടുമായിരിക്കും. സോ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇത് നല്ല ഇതിൻ്റെ വെഡ്ജ് ഹീലാണെന്ന് തോന്നുന്നത്. വെഡ്ജ് ഹീൽ അങ്ങനെ എന്തോ. പിന്നെ ദേ സ്ലിപ്പേഴ്സ് എടുത്ത് കാണിക്കണമല്ലോ. ഞാൻ വീട്ടിലിട്ടോണ്ട് കിടക്കുന്ന സ്ലിപ്പർ ഇതിനകത്ത് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. എനിക്ക് 2 സ്ലിപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ചെരുപ്പിടാതെ നടക്കാറില്ല, എനിക്കതൊരു പറ്റാത്ത കാര്യമാണ്. പണ്ട് എൻ്റെ അമ്മയുടെ അച്ചാച്ചൻ്റെയും മൾട്ടിമീറ്റർ റൂബിൻ്റെ അടി കിട്ടിയതോടെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ശുഷ്കാന്തിയാണ്. കാല് നിലത്ത് കുത്തില്ല ചെരുപ്പില്ലാതെ. സോ അപ്പോൾ ഈ ബാഗ് അതിന് വേണ്ടിയുള്ളതാണ്. സോ ഇതിന് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ബാഗുണ്ട്. ഇനി ഒരു 2 ഇതിപ്പോൾ 4 ബാഗല്ലേ ഉള്ളൂ. ഇനി ഒരു 3 ബാഗ് ഉണ്ട്. അതുപോലെ ഒന്ന് മറ്റേ ഇങ്ങനെ ടൈ ചെയ്യുന്ന ടൈപ്പ് ബാഗാണ്. അവിടെ ഇരിക്കുക, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത്. ഇങ്ങനെ ടൈ ചെയ്യുന്ന ടൈപ്പ് സാക്ക് ബാഗാണ്. പിന്നെ വേറെ ഒന്നുള്ളത് ഇതുപോലത്തെ തന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരെണ്ണം, ഇത്തിരി കൂടി വലിയ, ഇതിൻ്റെ നേരെ ചെറിയ ഒരെണ്ണമാണ്. പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നത് ഇതേപോലെ സിപ്പ് ബാഗാണ്. സിപ്പ് ബാഗ് അങ്ങനെ അതിനകത്ത് നമുക്ക് ഈ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാം. പക്ഷെ ഞാൻ അത് വെക്കാഞ്ഞതിൻ്റെ കാരണം എനിക്ക് അതിനകത്തുകൂടെ കുറച്ചുകൂടെ കൂടുന്ന ഈ വാവിൻ്റെ ഇതൊക്കെ ഇല്ലേ, ഫേസ് വാഷൊക്കെ, അതൊക്കെ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ആ ബാഗിനകത്ത് കൊള്ളത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഞാൻ സിംപ്ലി വെച്ചിരിക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ജ്വല്ലറി ബോക്സ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ക്ലേയുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ബോക്സാണ്. ഇതിന് 3 തട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഈ ഒരു അടപ്പും ഈ ഒരു തട്ടും എടുത്തു. എനിക്ക് വേറെ ജ്വല്ലറി ബോക്സ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമലി ഇതിനകത്ത് തന്നെ എല്ലാമൊക്കെ വെക്കാറ്. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഇയറിങ്സ്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് പോലും ഇല്ല. എന്നാലും ഇത്, പിന്നെ ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു, ഞാൻ ഈ കളറിലുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ ഇടുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് കാണിച്ചതിൻ്റെ തന്നെ വൈറ്റ്, ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഏതോ പുറത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ച ഒരു സെറ്റാണ്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ മറ്റ് ലുലു പോയ വ്ളോഗിൽ കണ്ടിട്ടുണ്ടേ പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു എണ്ണം നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. സോ അതാണിത്. ഇത് ഞാൻ ഇപ്രാവശ്യം ലുലുവിൽ പോയ ആ വീഡിയോയിൽ ഞാൻ വാങ്ങിച്ച സെറ്റാണിത്. സോ ഇതെല്ലാം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് 3 ദിവസത്തിന് ഇത്രയും കമ്മലിടുമോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഇടാൻ തോന്നിയ എല്ലാം ഉണ്ടായിരിക്കണമല്ലോ കയ്യിൽ. അതുണ്ട്, ഒരു ആവശ്യത്തിന് കൊണ്ടുവന്നു. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എൻ്റെ ബ്രേസ്ലെറ്റ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എൻ്റെ ക്ലേ കൊണ്ടുള്ള ബ്രേസ്ലെറ്റാണ്. കേട്ടോ. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കമ്മൽ, ഈ ഒരു യെല്ലോ ടിൻ്റുള്ള കമ്മൽ, പിന്നെ സൺഫ്ലവർ, ഇതായിരിക്കും മിക്കവാറും ഞാൻ ഈ പരിപാടിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ കമ്മൽ. പിന്നെ ഇതെൻ്റെ മാക്രൂൺ ബ്രേസ്ലെറ്റ്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ അനുദൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഞാൻ ഇട്ടുകൊണ്ട് പോയത്. സോ ഇത് ഞാൻ എടുക്കുന്നുണ്ട്. അന്ന് ഇട്ടതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെയുള്ള മാക്രൂണിൻ്റെ ഒരു നെക്ക് പീസും പിന്നെ ഇയറിങ് ഇത് ഇടാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതും എടുത്തിട്ടുണ്ട്. ഇത് ഷുവറായിട്ടും ആ ഒരു പ്രോഗ്രാമിന് ആ ഡ്രസ്സ് ഇടുവാണെങ്കിൽ ഞാൻ ഇതിടും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ആകെ ഞാൻ എടുത്തിരിക്കുന്ന ഇത്. ഞാൻ നെക്ക് പീസസ് കുറവാണ് ഇടുന്നത്. എല്ലാം ഞാൻ ഇയറിങ്സിനോടാണ് എനിക്കിപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് വാച്ചായിരുന്നു. എനിക്ക് വാച്ചില്ലായിരുന്നു. സോ എൻ്റെ ഒരു കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടാൽ മറ്റേ കൈ വെറുതെ കിടക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഫോസിലിൻ്റെ വാച്ച് വാങ്ങി. നല്ല വലിയ ഡയലാണ് എൻ്റെ കയ്യിൽ കിടക്കുമ്പോൾ. പക്ഷേ എനിക്ക് ഫോസിൽ എൻ്റെ എന്നത്തെയും ഒരു ഡ്രീം ബ്രാൻഡാണ്. ആൻഡ് ഒരു അനലോഗ് വാച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഐ റിയലി ലൈക്ക്, എനിക്ക് ഡിജിറ്റൽ വാച്ചുകളാണ് ഇഷ്ടം. പക്ഷേ ഫോസിലിൻ്റെ അനലോഗ് വാച്ച് എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റു ഓർ സംതിങ് അങ്ങനെ. എനിക്ക് ഫോസിൽ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഡ്രീമാണ് ഫോസിലിൻ്റെ വാച്ച് വാങ്ങുക എന്നുള്ളത്. സോ ഞാനത് വാങ്ങി. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാനായിട്ട് നമുക്കൊരു സാധനം വേണമല്ലോ, പെട്ടി. സോ ഞാനൊരു പെട്ടി തന്നെ വാങ്ങി ഗൈസ്. നോക്കൂ, ഇപ്പം എന്നെ കാണുന്നുണ്ടോ? ഇത് വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് സഫാരിയുടെ ആണ്. 2 കളർ ഉണ്ടായിരുന്നു. ഒന്നൊരു ടെർക്കോയ്സ് ബ്ലൂ, ഒരു സിയാൻ കളറ് അതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു, എനിക്ക് ടെർക്കോയ്സ് ബ്ലൂ ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. നല്ല രസമുള്ള കളറല്ലേ. പക്ഷേ എൻ്റെ പെട്ടിക്ക് ആ കളർ വരുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ലൈക്ക് എവിടെ പോയാലും ദേ ഒരു ടെർക്കോയ്സ് ബ്ലൂ പെട്ടി എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അത്രയും വെടിച്ചിൽ കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ എനിക്ക് ഭയങ്കര സട്ടിലായിട്ടുള്ള ഭയങ്കര ഒരു
സ്ലീക്ക് ഫീൽ തരുന്ന ഈ ഒരു ബ്ലൂ ആണ്, ഞാനൊരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഞാൻ എടുത്തേക്കുന്നത്. സോ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാനിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 67 ലിറ്റേഴ്സ് കൊള്ളുന്ന ഒരു ചെക്ക് ഇൻ ബാഗാണ് ഇതിൻ്റെ. ശരിയാ, അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ ഇതിന് 2300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നത്. സോ ഇതാണ്. അപ്പം ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇവിടെയാണ് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കും. ഇതെന്തൊക്കെയോ സാധനങ്ങൾ വെക്കും. സോ നമ്മൾ ഇതിപ്പോൾ ഇതിനകത്തേക്കെല്ലാം പാക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, വെച്ചു. പിന്നെ ഇവിടെ വെക്കാം. മേക്കപ്പ് റിലേറ്റഡ് സാധനങ്ങൾ. അപ്പോൾ ഇതോ, എന്നാൽ പിന്നെ ഇതെടുത്ത് നമുക്ക് തിരിച്ച് വെക്കാം. അപ്പോൾ നല്ല സ്പേസ് കിട്ടും. എനിക്ക് ഇച്ചിരി ബുദ്ധി കുറവായതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ഹൈ ലെവലിൽ പാക്കിംഗ് ഒക്കെ നടത്തുന്നത്. മറ്റേ കാണുന്നതൊക്കെ വലിച്ചു വാരി എടുത്തുകൊണ്ട് പോകുക എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് തിരിച്ചു വരാവുന്ന ദൂരത്തല്ലല്ലോ പോകുന്നത്. സോ അത്രയും സാധനങ്ങൾ. പിന്നെ ജുവൽസ് സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും ഈ സൈഡിൽ വല്ലതും വെച്ചെടുക്കാൻ വിചാരിക്കുന്നു. വേണ്ട, ഈ സൈഡിൽ വെക്കാൻ പറ്റുമോ? ഇല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാൻ പറ്റുമോ? ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുത്തിക്കയറ്റിയൊക്കെ വെക്കാം. വാച്ച് ഞാൻ കയ്യിലാണല്ലോ ഇടുന്നത്. പിന്നെ ഇത് കൂടാതെ എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട്, എൻ്റെ പേപ്പേഴ്സ് എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ക്യാബിൻ ബാഗ് എടുക്കുന്നുണ്ട്. അതെൻ്റെ ലാപ്ടോപ്പ് ബാഗ് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. അതിനകത്ത് ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനൊരു കംപ്ലീറ്റ് വ്ളോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ആക്സസറീസ് സാധനങ്ങൾ എല്ലാം അതിനകത്താണ് ഞാൻ വെക്കുന്നത്. അതൊന്നും ഇതിനകത്തല്ല. ഇതിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമോയെന്നറിയത്തില്ല. അപ്പോൾ ഞാൻ അതൊക്കെയാണ് എൻ്റെ ഇതിനകത്ത് ഇനിയും വരുമെന്ന് ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷയാണ് കേട്ടോ. നിങ്ങൾ ഇതിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആകെ 3 ദിവസത്തിന് ഞാൻ എന്ത് പോയി പർച്ചേസ് ചെയ്യാനാണ്. പക്ഷേ എന്നാലും രസമല്ലേ ഇങ്ങനെയൊക്കെ മോഹിക്കുന്നത്. പിന്നെ വെള്ളം, കുപ്പി സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എൻ്റെ ക്യാബിൻ ബാഗിൽ, അതായത് എൻ്റെ ലാപ്ടോപ്പ് ബാഗിലാണ് വെക്കുന്നത്. അത് ഞാനൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ കാണിക്കാത്തത്. ഈ ഒരു ചെക്ക് ഇൻ ബാഗിൽ വരുന്ന സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി വാങ്ങാനുള്ള സാധനങ്ങളെ പറ്റി പറയാം. എനിക്ക് ടിഷ്യൂ വാങ്ങാനുണ്ട്. പിന്നെ എനിക്ക് ചീപ്പ് വാങ്ങാനുണ്ട്. ഞാൻ ഈ ഇവിടെ അനന്തൂൻ്റെ ചീപ്പൊക്കെ ഉപയോഗിച്ചായിരുന്നു ഇത്രയും നാളും തല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു ചീപ്പില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചീപ്പ് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോയി ഇപ്പോൾ വാങ്ങണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ സാധനം ഞാൻ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയുള്ള പാക്കിംഗ് ഇതിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തില്ല, എൻ്റെ ക്യാബിൻ ബാഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതെൻ്റെ ചെക്ക് ഇൻ ബാഗാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഹെൽന പോകാൻ പോവുകയാണ് റാസൽ ഖൈമയിലെ വലിയ വീട്ടിലേക്ക്. കോഴിക്കോട് എയർപോർട്ടിലെത്തി. നമ്മൾ ഡിപ്പാർച്ചറിൽ അവിടെ പാസ്പോർട്ട് കാണിച്ചിട്ട് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയുള്ളിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോകുന്ന വഴി നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ.